മഞ്ഞൾപ്പൊടിയിലെ ചായപ്പൊടി ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടോ? ഇനിയൊന്ന് ഇട്ട് നോക്കൂ കേട്ടോ. ഇന്ന് ഇത് മാത്രമല്ല, വേറെയും കുറേ നല്ല ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണം കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതേപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പയറാവട്ടെ, അല്ലെങ്കിൽ ഇതിപ്പോൾ രാജ്മയാണ്, അല്ലെങ്കിൽ കടലയാവട്ടെ, പ്രത്യേകിച്ച് ആ ഒരു വൈറ്റ് ചെന എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു വെള്ള കടലയില്ലേ, അതിലൊക്കെ പെട്ടെന്ന് തന്നെ അതിനകത്ത് ഓരോ പ്രാണികളും കീടങ്ങളും ഒക്കെ വരൂലേ. അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ഉപ്പിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്താലാണ് ഇത് കാര്യമുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ താഴെ വരെ, ഇപ്പോൾ ഒത്തിരി മാസങ്ങൾ ഇതിരുന്നാൽ കൂടി ഇതൊന്നും കേടാവില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതേപോലെ നമ്മൾ ടൊമാറ്റോ ഒന്ന് എടുക്കുകയാണ്. അതിൻ്റെ ഈ ഒരറ്റം മാത്രം ഒന്നിങ്ങനെ കട്ട് ചെയ്ത് ഞാൻ ഒന്ന് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം ഇപ്പോൾ ആ ഒരു ടിപ്സ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ അതല്ല പറയുന്നത്. ഇതിൻ്റെ ഈ ഞെട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ജ്യൂസ് മാത്രം കുറച്ചൊന്നിങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇത് എന്തിനാണെന്നായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് നല്ല ഇങ്ങനെ ടാൻ അടിച്ചിരിക്കുകയാണ്, അതേപോലെ സ്കിന്നിനൊക്കെ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ, പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കാലത്തൊക്കെ ഭയങ്കര ഒരു ഇച്ചിങ്, അല്ലെങ്കിൽ ഒരു സ്കിന്നൊക്കെ നല്ല ടാൻ ആയിട്ടുണ്ടായിരിക്കും. അതൊക്കെ മാറാനും, അതേപോലെ സ്കിന്നിനുള്ള എല്ലാ പ്രശ്നങ്ങളും ഒക്കെ മാറാനും, നല്ലൊരു നിറം വെക്കാനായിട്ടും കൂടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ നമ്മളൊരു ടൊമാറ്റോ ഒന്നിങ്ങനെ ജ്യൂസ് മാത്രം അതിൻ്റെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. കടലപ്പൊടിയല്ലേ, അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അത്രയും അളവൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ജ്യൂസിൽ ഒരു കറക്റ്റ് ആ ഒരു നമുക്ക് മുഖത്ത് അല്ലെങ്കിൽ കൈകളിലൊക്കെ തേക്കുന്ന ആ ഒരു രീതിയിലുള്ള ആ ഒരു കൺസിസ്റ്റൻസി വരുന്ന രീതിയിൽ. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഹണി വേണ്ടവർക്ക് ഹണി ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച്. അതല്ല, ഹണി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഹണിയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ, ഇനി നല്ല ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ അപ്പോഴും അതേ ഹണി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം നല്ലൊരു ഷൈനിങ് വരും കേട്ടോ. ഈ മൂന്നെണ്ണം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഷൈനിങ് വരും. അതിപ്പോൾ മുഖത്തിനാണെങ്കിലും അതേ, നെക്കിനാണെങ്കിലും കൈക്കാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് പറ്റുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്സ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന ഒരു കാര്യം ഹണിയാണ്. അത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അതിനുശേഷം നമ്മളിത് ഇപ്പോൾ നമുക്ക് മുഖത്താണെങ്കിലും അല്ലെങ്കിൽ കൈകളിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതായത് നമുക്ക് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതിൽ നല്ല ഡ്രൈ ആയിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വെള്ളം ഒന്നിങ്ങനെ കുടഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നിങ്ങനെ നല്ലൊരു സ്ക്രബിങ് മാതിരി ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. ജസ്റ്റ് 10 മിനിറ്റിൽ ഇത് വെച്ചാലാണ് അതിൻ്റെ ഗുണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു സ്ക്രബിങ് ഒരു സ്ക്രബ്ബർ മാതിരി നമുക്കിത് യൂസ് ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഷൈനിങ് വരും നമുക്ക്. പ്രത്യേകിച്ച് നമ്മൾ ഹണിയാണ് ചേർത്തെങ്കിൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് നല്ലോണം അറിയാൻ പറ്റും. പിന്നെ ചിലവർക്ക് ഹണി എന്താ പറയുക, മുടി വെളുത്തു പോകുന്നൊക്കെ ഒരു പേടിയുണ്ടാവും. പക്ഷെ അത് ഹണി മാത്രമായിട്ട് തേക്കുമ്പോഴാണ് കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഹണി ഡയറക്റ്റ് എന്തെങ്കിലും മുടിയിലൊക്കെ ആയാൽ വെളുത്തു പോകുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഹണിയുടെ കൂടെ ഈ ഒരു ടൊമാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ ഇതിൽ കടലപ്പൊടിയൊക്കെ മിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ തേക്കുമ്പോൾ നമ്മുടെ മുടി നരച്ചു പോവുകയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത്രയൊന്നും വെച്ചിട്ടില്ല, ഞാൻ വീഡിയോയിൽ പറയാൻ വേണ്ടി പെട്ടെന്ന് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിത് 10 മിനിറ്റ് ഒന്നും വെച്ചിട്ടില്ല, പക്ഷെ ജസ്റ്റ് വാഷ് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു നിറത്തിന് നല്ലൊരു തിളക്കം വരും, നല്ലൊരു ഗ്ലോ തന്നെ വരും കേട്ടോ. നമ്മുടെ ഫേസിനൊക്കെ ആ സൺ ടാൻ കാര്യങ്ങളൊക്കെ മാറും, നല്ല ഒരു ഡ്രൈനെസ് ഒക്കെ മാറി നല്ലൊരു സോഫ്റ്റ് ആവാനും സ്കിന്നിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു ടിഷ്യൂവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ എടുക്കുന്നത് കുറച്ച് ചായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്തിനാണ് എടുക്കുന്നത് എന്നുള്ളതായിരിക്കും അല്ലേ. രണ്ടും കൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് നമ്മൾക്ക് ഒന്ന് വെക്കാം.
ഇപ്പൊ നമുക്കിങ്ങനെ പ്രാണികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കീടങ്ങൾ പ്രാണികൾ ഇതൊക്കെ വരില്ലേ നമ്മുടെ അരിയൊക്കെ കുറേ ദിവസം നിൽക്കുന്നുണ്ടെങ്കിൽ അരിയിലൊക്കെ. അപ്പോൾ ഇതേപോലെ നമ്മളിപ്പോൾ അരിയൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതാ കുറേ ദിവസം ആ അരിയിൽ ഇങ്ങനെ വണ്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികളോ ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ഈ ഒരു ടിഷ്യൂ, അതായത് ചായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ ടിഷ്യൂലാക്കിയിട്ട് ഇതേപോലെ അരിയുടെ ഉള്ളിൽ വെച്ചാൽ മതി. ഇത് അരിയുടെ മാത്രമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് നമ്മൾ പരിപ്പോ കാര്യങ്ങളോ അതിലൊക്കെ ഇതാ ഇങ്ങനെ വെച്ചാൽ മതി ഒരു ടിഷ്യൂല് മടക്കിയിട്ട്. അപ്പോൾ ഒട്ടും ഇപ്പം എത്രയൊക്കെ മാസങ്ങൾ ഇതൊക്കെ ഇരുന്നാലും ശരി ഒരു കേടും വരില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ ഇതേപോലത്തെ നമ്മുടെ ഈ സ്ക്രൂ ആണെങ്കിലും ശരി, ആണിയാണെങ്കിലും ശരി, അപ്പോൾ ഈ നെയിൽസും ഇതൊക്കെ നമുക്ക് പോവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ നമ്മൾ പഴയ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. വെള്ളം ഇല്ലാത്തത് എടുക്കണം കേട്ടോ. വെള്ളമുള്ളത് എടുത്തു കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഒരു ഇതേപോലെ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോട്ടിലോട്ട് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കാണാനും പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇടയ്ക്ക് ഒരു ഹോൾ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇതിങ്ങനെ തുറന്നിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കിട്ടും. എവിടെയും നമ്മുടെ കൈ മുറിയില്ല, എവിടെയും ഇരുന്നിട്ട് അത് എവിടെയെങ്കിലുമൊക്കെ വീണ് പോവില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോ നെയിൽസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്താൽ മതി. എവിടെയും വീണ് പോവില്ല, നല്ല വൃത്തിയായിട്ടിരിക്കും. കുറെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ടിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇതാ ഈ ഒരു ബോട്ടിൽ ചെറിയൊരു ഇതിട്ടിട്ട് ഇങ്ങനെ എടുക്കാം. പക്ഷെ ഇതിൽ ഏറ്റവും എളുപ്പം എന്താ പറഞ്ഞാൽ ഇതിങ്ങനെ അടച്ചു വെക്കുന്നതാണ് നല്ലത്. ഇങ്ങനത്തെ ചെറിയ ബോട്ടിലൊക്കെ ഇട്ടിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് അത് അവിടെ ഇരുന്നോളൂ. ഇപ്പൊ റവയൊക്കെ നമ്മൾ കുറേ ദിവസത്തേക്ക് മാസങ്ങളിൽ വാങ്ങിച്ചു വെച്ചു എന്ന് വിചാരിച്ചോളൂ, അതിനൊരു കേട് വരും അല്ലെങ്കിൽ ഒരു പുഴു വരും അല്ലേ. അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് രണ്ട് കാര്യം ചെയ്യാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ ഇത് ചൂടാക്കിയിട്ട് വെക്കാൻ പറ്റും. അപ്പൊ സമയമില്ലാത്തവർക്ക്, ചൂടൊന്നും ആക്കാൻ വയ്യാത്തവർക്ക് ഇതേപോലെ ക്ലോവ്സ് ഇട്ട് വെച്ചാൽ മതി. നമ്മുടെ ഗ്രാമ്പു ഇല്ലേ, ഗ്രാമ്പു ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അത് അവിടെ ഇരിക്കും. അത് മാത്രമല്ല അത് ഒട്ടും കുറേ കാലം അത് കേടാവാതെ ഒരു കീടങ്ങളോ പുഴുകളോ ഒന്നും വരാതെ അത് ഇരിക്കും കേട്ടോ. അപ്പൊ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ മഞ്ഞപ്പൊടിയും ഇതേപോലെ തന്നെ ചായപ്പൊടിയുടെയും കാര്യം പറഞ്ഞില്ലേ, ഇതേപോലെ മഞ്ഞപ്പൊടിയും ചായപ്പൊടിയും കൂടെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് മടക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ടിഷ്യൂ ഇതേപോലെ ഇപ്പൊ നമ്മൾ ഈ ബൂട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ചില സമയത്ത് അതിനൊരു ബാഡ് സ്മെൽ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഈ മഞ്ഞപ്പൊടിയും ചായപ്പൊടിയും കൂടിയുള്ള ഈ ഒരു ടിഷ്യൂ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ബൂട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ രണ്ടിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആ ഒരു ബാഡ് സ്മെല്ല് കാര്യങ്ങളൊക്കെ മാറി നല്ല വൃത്തിയായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഇതിൻ്റെ ഈ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറാനായിട്ട്. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഷൂ ആണ് കൂടി, പിന്നെ മഴ ഒക്കെ ഉണ്ടെങ്കിൽ ഉണങ്ങില്ല, അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ബാഡ് സ്മെല്ല് വരില്ല, നല്ല വൃത്തിയായിട്ടിരിക്കും. ഇതല്ലാതെ നമുക്ക് വേണമെങ്കിൽ പൗഡറും ചെയ്യാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ മണമൊക്കെ ഇതിന്ന് എന്തെങ്കിലും സ്മെല്ല് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ പൗഡർ ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ടിഷ്യൂലാക്കിയിട്ട് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.